കൊല്ലം കടക്കലിൽ LDF കോട്ട പൊളിച്ച് താമര വിരിയിച്ച് BJP. കടക്കൽ 5ാം വാർഡ് BJP സ്ഥാനാർത്ഥി അനുപമയാണ് ഇടതിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ച് വിജയിച്ചത്. CPM-ന്റെ ഭീഷണികളും കൊലവിളിയും തള്ളിയാണ് ഈ ചരിത്ര വിജയം നേടിയിരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ 19ഉം LDF പിടിച്ച പഞ്ചായത്താണ് കടക്കൽ. CPM CPI ഭിന്നത രൂക്ഷമായ പഞ്ചായത്താണ് കടക്കൽ. കടക്കൽ മുൻ മണ്ഡലം സെക്രട്ടറിയും ജില്ലാ ഭവനിൽ മുൻ അംഗവുമായ JC അനിലിന്റെ നേതൃത്വത്തിൽ CPI-യിൽ നിന്ന് 800 പേർ CPM-ൽ ചേർന്നിരുന്നു. മാത്രമല്ല കടക്കലിലെ ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ വിപ്ലവഗാനം പാടിയതും വിവാദത്തിലായിരുന്നു. കടക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവഗാനാലാപനവും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ടെന്നും വ്യക്തമാണ്. വിവിധ കോണുകളിൽ നിന്നും വിപ്ലവഗാനത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സംഗീത പരിപാടിയെക്കുറിച്ച് ക്ഷേത്ര ഉപദേശക സമിതിയോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണവും തേടിയിരുന്നു. CPM-നെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങൾ ആലപിക്കുന്നതിനും പശ്ചാത്തല സ്ക്രീനിൽ DYFI പതാകകൾ പ്രദർശിപ്പിച്ചതിനും കാരണമായ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബോർഡ് വിജിലൻസ് വിഭാഗത്തോട് നിർദ്ദേശിച്ചു. അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്നും TDB പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു. ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ മത ജാതി സംഘടനകളുടെ ചിഹ്നങ്ങളോ പതാകകളോ പ്രദർശിപ്പിക്കുന്നത് ഹൈക്കോടതി നിരോധിച്ചിരുന്നു. അത് ഉറപ്പാക്കേണ്ടത് TDB-യുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരം സംഭവങ്ങൾക്കെതിരെ ബോർഡ് കർശനമായ നിലപാട് സ്വീകരിക്കുന്നു. TDB-യിൽ പ്രസ്താവനയിൽ പറഞ്ഞു. മാർച്ച് 10-ന് ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി സമിതിയും കടക്കൽ CPM ഏരിയ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ഗായകൻ അലോഷി ആദമിന്റെ സംഗീത പരിപാടിയാണ് വിവാദമായിരുന്നത്. പുഷ്പനെ അറിയാമോ, 100 പൂക്കളെ തുടങ്ങിയ വിപ്ലവ ഗാനങ്ങൾ അലോഷി ആലപിച്ചു. ക്ഷേത്രങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയ പതാകകളോ ചിഹ്നങ്ങളോ പ്രദർശിപ്പിക്കുന്നത് കോടതികൾ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും ബോർഡ് നിയന്ത്രണത്തിലുള്ള എല്ലാ ആരാധനാലയങ്ങൾക്കും ഇത് സംബന്ധിച്ച് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും കൊല്ലം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ J. ഉണ്ണികൃഷ്ണൻ നായർ പറഞ്ഞിരുന്നു. വിജിലൻസ് സൂപ്രണ്ട് ഇക്കാര്യം അന്വേഷിക്കുകയും ചെയ്തു. ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും വ്യക്തമാക്കി. കണ്ണൂരിലെ പോലെ കടക്കലിലും പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ CPM ശ്രമിക്കുകയാണെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ഉത്സവ പരിപാടികളിൽ പാർട്ടി മുദ്രാവാക്യം വിളിക്കുന്നതും പാർട്ടി പതാകകൾ പ്രദർശിപ്പിക്കുന്നതും പൊതുമര്യാദയുടെ ലംഘനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ക്ഷേത്രോത്സവത്തെ CPM ഒരു രാഷ്ട്രീയ പ്രചാരണ പരിപാടിയാക്കി മാറ്റുകയാണെന്ന് മുതിർന്ന BJP നേതാവ് V. മുരളീധരൻ ആരോപിച്ചു. മറ്റ് മതസ്ഥാപനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ CPM ധൈര്യപ്പെടുമോ? ഇത്തരം വിവേചനം ഹിന്ദു സമൂഹത്തോട് മാത്രമാണെന്നും വ്യക്തമാക്കി. ഹിന്ദുക്കളോടുള്ള വെല്ലുവിളിയാണ് ഈ സംഭവമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബുവും പറഞ്ഞു. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനും രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കുള്ള ഉപകരണമാക്കാനുമുള്ള അജണ്ട CPM നടപ്പിലാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ക്ഷേത്ര ഭരണത്തിന്റെ CPM-ന്റെ സ്വാധീനം ക്ഷേത്രഭൂമിയുടെയും ധനത്തിന്റെയും ദുരുപയോഗത്തിലേക്ക് നയിക്കുന്നുണ്ടെന്നും ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി KP ശശികല ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗസ്ഥലങ്ങളാക്കി ക്ഷേത്രങ്ങളെ മാറ്റി ക്ഷേത്ര ആചാരങ്ങൾ എങ്ങനെ തകർക്കപ്പെടുന്നുവെന്ന് കടക്കൽ ക്ഷേത്രത്തിലെ സംഭവം കാണിക്കുന്നു. എന്തായാലും കടക്കലിലെ ഈ ചരിത്ര വിജയം ഇടതുപക്ഷത്തിന് വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.